ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ ഒരു ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ ഞങ്ങൾ പിടിച്ചെടുക്കും, യാതൊരു സംശയവും വേണ്ട. എന്തോ തേങ്ങയാ പറയുന്നതെന്ന് നമുക്കറിയില്ല. വേറൊരുത്തം വന്നിട്ടുണ്ട്, ഇന്ന് ഇപ്പൊ പറയുന്നു, ന്യൂ ഇയർ നിങ്ങൾ ആശംസിക്കരുത്, അത് ഹറാമാണത്രേ, അവര് മതത്തിൽ നിന്നും പുറത്തു പോകുമത്രേ. വേറൊരുത്തം വന്നിട്ട് പറയുന്നു, ചെസ് കളിച്ചത് കൊണ്ട് അത് ആ കളി പഠിച്ചവൻ ഇഷ്ടപ്പെടുന്ന കളിയല്ല, അത് ചൂതാട്ടമാണ്, കരുക്കൾ മാറ്റുന്നത് ഒരുമാതിരി വിഗ്രഹങ്ങളെ പോലെയാണ്, അതുകൊണ്ട് അവന് നരകമാണ്, നരകത്തിന്റെ വിറകുകൊള്ളിയാണ് എന്ന് പറഞ്ഞു മാറ്റി വെക്കുന്നു. ഇവർ ഈ സ്വതന്ത്ര ഭാരതത്തിൽ, ഈ പരിഷ്കൃത സമൂഹത്തില് ഏതു കോപ്പിലെ നവോത്ഥാനമാണിവർ വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്? ഇത് ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന പാകിസ്ഥാൻ അല്ല എന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ? അതോ ഇവർ പാകിസ്ഥാനിലെയും അഫ്ഗാനിലെയും പോലെ ഒരു മത നിയമം കൊണ്ടുവന്ന് ഈ ജനാധിപത്യത്തെ തകർത്ത് ഇവിടെയും ഇവർ ആ ഗോത്ര നിയമം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുവാണോ? ഇന്നിപ്പോ താലിബാനുകളിലെ ഒരു നിയമം കണ്ടില്ലേ നിങ്ങൾ? അഫ്ഗാനിസ്ഥാനില് വീണ്ടും ഭയങ്കരമായിട്ടുള്ള കിരാത നിയമങ്ങളുമായിട്ടാണ് താലിബാനുകൾ മുന്നോട്ട് പോകുന്നത്. ഇറാനും ഒട്ടും വിഭിന്നമല്ല. ഇനിയും സിറിയയെ നമുക്ക് കാണാം. ഇപ്പൊ കാണുന്ന ഈ മതേതരത്വമുണ്ടല്ലോ, മുഖമൂടി മാത്രമാണ്, ഒരു മറ മാത്രമാണ്. അവരുടെ ശരിയായ രൂപം പുറത്തെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. വണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയൂ എന്നതുപോലെ സ്ത്രീകൾ പെരുമാറുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ കാണുന്ന രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കാണ് ഇന്ന് താലിബാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു നിയമം. സ്ത്രീകളെ സ്വന്തം വീട്ടിലുള്ളവരല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത്രയും പുതിയ തീരുമാനം. സംഭവത്തിൽ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം രാജ്യത്തിനകത്തും പുറത്തും കത്തിപ്പടരുവാണ്. ആരിവരെ എന്തു പറഞ്ഞാലും, ഏത് രൂപത്തിൽ വിമർശിച്ചാലും അതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനല്ല അവർ ശ്രമിക്കുന്നത്, ആ ഗോത്ര പുസ്തകത്തിലെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിക്കുന്ന ജനതയെ വാർത്തെടുക്കാനാണ്. ഇന്നലെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവ് താലിബാൻ പുറപ്പെടുവിക്കുന്നത്. സ്ത്രീകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അടുക്കള, വീട്ടുമുറ്റം, കിണർ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ മറ്റുള്ളവർ കാണുന്ന തരത്തിലുള്ള നിർമ്മാണം പാടില്ല എന്നാണ് താലിബാന്റെ ഏറ്റവും പുതിയ ഉത്തരവ്. അതായത് അടുക്കളയും മുറ്റത്തുമൊക്കെ സ്ത്രീകൾ പണിയെടുക്കുന്നത് മറ്റുള്ളവര് കാണുന്നത് അശ്ലീലമാണ് എന്ന് താലിബാന്റെ നിലപാട്. താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദ് സോഷ്യൽ മീഡിയയിലൂടെയാണ് നിരോധനത്തിനുള്ള കാരണം വ്യക്തമാക്കിയത്. അടുക്കള, മുറ്റം ഇവിടങ്ങളിലൊക്കെ പണിയെടുക്കുന്നതും കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതും ഒക്കെ മറ്റുള്ളവര് കാണത്തില്ലേ, അത് അശ്ലീലമല്ലേ? അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ച ചോദ്യമാണിത്. അതുകൊണ്ടാണ് പുതിയ നിയമം പുറപ്പെടുവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ താലിബാനിലെ സ്ത്രീകളെ നമുക്കറിയാം, അഫ്ഗാനിലെ സ്ത്രീകൾ ആകെ വലിയൊരു ചാക്കുകുപ്പായത്തിനകത്താണ് അവർ ഇറങ്ങി നിൽക്കുന്നത്. എന്നാലും അവരുടെ ആ രൂപം, ഇനി വീട്ടിനകത്ത് ഇവരൊക്കെ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടാൻ പോകുന്നത്. ഈ ഭാഗങ്ങളൊന്നും പുറത്തു കാണാൻ പാടില്ല, സ്ത്രീകളുടെ രൂപമൊന്നും. ആ രൂപത്തിലുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നില്ല എന്ന് അധികൃതർ ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അതായത് ഓരോ വീടുകളിലെയും ജനലുകളും വാതിലുകളും കിണറുകളും മുറ്റങ്ങളും ഇതൊക്കെ നോക്കാൻ പ്രത്യേകമായിട്ടുള്ള പോലീസിങ്. അടുത്തിടെ ഒരു സ്ത്രീയുടെ ശബ്ദം മറ്റൊരു സ്ത്രീ കേൾക്കരുത് എന്ന രൂപത്തിൽ താലിബാൻ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ഉത്തരവുമായി താലിബാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതേപോലെ ഒരു താലിബാനാക്കാൻ നമ്മുടെ രാജ്യത്തും ഇവർ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഈ ചിത്രം നിങ്ങൾ കണ്ടിരുന്നോ? സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ചിത്രമാണിത്. തട്ടമിടാത്ത ആ സുന്ദരിയായിട്ടുള്ള ചിത്രം ആസിഡ് ഒഴിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ചിത്രമാണ്. ആസിഡ് ഒഴിച്ചതിന് ശേഷമുള്ള ചിത്രമാണ് ആ മഫ്തയിട്ടിട്ട് കാണുന്നത്. ഭർത്താവും മക്കളും ഒക്കെ ഒത്ത് ഒരു മനോഹരമായ കുടുംബജീവിതം, ഭാര്യയും മക്കളും ഒക്കെ ഒത്തുള്ള മനോഹരമായ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം ഏതൊരു പുരുഷന്റെയും സ്ത്രീയുടെയും സ്വപ്നമാണ്. എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ തന്നെയാണ് താല്പര്യം, 99% ആളുകൾക്കും.
അത്തരത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു സാക്കിറ ഷെയ്ഖ് എന്ന സ്ത്രീ. ഒരു ദിവസം ഭർത്താവ് ഉറങ്ങിക്കിടന്നിരുന്ന അവളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു. മുഖം പൊള്ളി, ചെവിയും കണ്ണും നഷ്ടപ്പെട്ടു. ഭാര്യ ജോലിക്ക് പോകുന്നത് അപമാനമായി കണ്ട ഒരു ഭർത്താവിൻ്റെ കൊടും ക്രൂരതയാണത്. 17-ാം വയസ്സിലായിരുന്നു സാക്കിറയുടെ വിവാഹം. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ മുതൽ ഭർത്താവ് അവരെ മർദ്ദിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നവർ വ്യക്തമാക്കുന്നു. വീട്ടുകാരോട് പലതവണ പരാതി പറയുമ്പോഴെല്ലാം പുരുഷനാകുമ്പോൾ അങ്ങനെയാണെന്നും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുമായിരുന്നു അത്രേ വീട്ടുകാരുടെ മറുപടി. പൊതുവെ നമ്മുടെ നാട്ടിലുള്ള രീതിയാണത്. ഒരു പെണ്ണിനെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണം. ആ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുമില്ല. 2 പെൺകുട്ടികളാണ് സാക്കിറയ്ക്കുള്ളത്. ആൺകുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യ നാളുകളിൽ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നത്. അപ്പൊ ഭർത്താവിന് അത്രയ്ക്ക് വകതിരിവേ ഉള്ളൂ. കാരണം ആണും പെണ്ണും തീരുമാനിക്കുന്നത് സാക്കിറയാണ് എന്നാണ് ഭർത്താവ് ധരിച്ചു വെച്ചിരിക്കുന്നത്. വീട്ടിലെ ചെലവിന് പോലും ഭർത്താവ് തരാറില്ല എന്നും സാക്കിറ പറയുന്നു. കാരണം 2 പെൺകുട്ടികളെ കൂടി തീറ്റിപ്പോറ്റണം. അതുകൂടി ചേരുമ്പോൾ, ഭാര്യയും കൂടി ചേരുമ്പോൾ 3. അപ്പോൾ വീട് പട്ടിണിയായപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഒരു സോപ്പ് നിർമ്മാണ കമ്പനിയിൽ ജോലിക്കായി പോകാം എന്ന് സാക്കിറ തീരുമാനിച്ചു. ഈ തീരുമാനം തനിക്ക് അപമാനമാണ് എന്ന് ഭർത്താവ് പലതവണ പറഞ്ഞു. അതിന്റെ പേരിൽ ജോലിക്ക് പോകണം എന്ന് സാക്കിറ വാശി പിടിച്ചപ്പോൾ, കാരണം മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ. അപ്പോ സാക്കിറയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് ആരോപിച്ചിട്ടായിരുന്നു അടുത്ത മർദ്ദനമുറകൾ. പെട്ടെന്ന് ഒരു ദിവസം ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഭർത്താവ് ഉറങ്ങിക്കിടന്ന സാക്കിറയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചു. അവരെ സഹായിക്കാനായി ആരെയും അനുവദിക്കാതെ ഭർത്താവ് മുറിയിൽ പൂട്ടിയിട്ടു. 4-ാമത്തെ ദിവസം ആശുപത്രിയിൽ കിടന്ന് വേദന കടിച്ചമർത്തി. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, കണ്ണ് തുറക്കാൻ സാധിക്കുന്നില്ല. മരണതുല്യമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് സാക്കിറ പോയി. ആശുപത്രി ജീവിതത്തിന് ശേഷം മടങ്ങിയെത്തിയ സാക്കിറയെ സ്വീകരിച്ചത് ബന്ധുക്കളുടെയും ഉറ്റവരുടെയും അവഗണനാ മനോഭാവമായിരുന്നു. അതങ്ങനെയാ. നമുക്ക് സമ്പത്തുണ്ടോ, എല്ലാ കുടുംബക്കാരും നമ്മളെ തേടി വരും. പാപ്പരാണോ, നമ്മളെ ആർക്കും വേണ്ടി വരില്ല. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും അടുത്തു വരാൻ ഇവരുടെ മുഖം വികൃതമായി പോയല്ലോ, ഭയം വന്നു. ഈ സമയവും കടന്നു പോകുമെന്നും ഇതിനെയും താൻ അതിജീവിക്കണമെന്നും ഉറച്ചു വിശ്വസിക്കുകയാണ് സാക്കിറ. അങ്ങനെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാൻ സാക്കിറ തീരുമാനിച്ചത്. സ്വന്തം മുഖത്ത് തന്നെ മേക്കപ്പ് ഇട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു. കളിയാക്കലുകൾ അവിടെയും നേരിട്ടെങ്കിലും അതിനേക്കാൾ മനോധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ സാക്കിറ തീരുമാനിക്കുന്നു. പ്രൊഫഷണലായി മേക്കപ്പ് പഠിച്ചെടുത്തു. NGOകളുടെ സഹായത്തോടെ മുഖത്ത് സർജറികൾ നടത്തി. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി പല പ്രമുഖ ഫാഷൻ ഷോകളുടെയും ഭാഗമായി മാറി. ഇങ്ങനെ വികൃതമായ മുഖവുമായി ജീവിക്കുന്നതിന് പകരം മരിച്ചൂടെ എന്ന് ചോദിച്ചവരോട് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്, മരണമല്ല ഒന്നിനും പരിഹാരമെന്നും ഞാൻ അതിജീവിച്ചുവെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും അതിജീവിക്കാൻ സാധിക്കുമെന്നും സാക്കിറ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന അത്ര മാക്സിമം ശബ്ദത്തിൽ ലോകത്തോട് വിളിച്ചു പറയും. കൈവിട്ടു പോയ ജീവിതം അവർ പതിയെ പതിയെ തിരികെ പിടിച്ചു. ഇന്ന് അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി സാക്കിറ മാറി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? മതവും മാങ്ങാത്തൊലയും നൽകുന്ന സ്വാതന്ത്ര്യവും നവോത്ഥാനവും പറഞ്ഞിരുന്നിരുന്നെങ്കിൽ ആ കോപ്പിലെ നവോത്ഥാനവും പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാനേ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോഴും പുരുഷാധിപത്യ സമൂഹം ഉണ്ടാക്കിയ ചില പൊതുബോധമുണ്ട്, മതബോധമുണ്ട്, അദബ് എന്ന പേര്. ആ അദബും മര്യാദയുമായി ഒതുങ്ങി വീട്ടിനകത്ത് കഴിയണം. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോൾ ചോദിക്കും, നിനക്ക് ഡിവോഴ്സ് ചെയ്തുകൂടായിരുന്നോ, വിവാഹമോചനത്തിന് പോകാൻ പാടില്ലായിരുന്നോ, ഇനി അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു വിവാഹമോചനത്തിന് ശ്രമിച്ചാലോ? അഹങ്കാരി, തൻ്റെടി എന്ന പേരായിരിക്കും കിട്ടുക. നമ്മുടെ പൊതുസമൂഹം മാറാൻ പോകുന്നില്ല, നമ്മളാണ് മാറി ചിന്തിക്കേണ്ടത്. നന്ദി.